ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ബേസിൽ ജോസഫിന്റെ മരണമാസ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് ചെറിയ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗ്ലിംസ് കൊടുത്തൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് ഓൾറെഡി റിയാക്ഷൻ ചെയ്തതാണ്. അന്ന് നമ്മൾ പറഞ്ഞത് ഇതൊരു ആക്ഷേപഹാസ്യം ആ ഒരു കാറ്റഗറി പെടുന്ന പടമാണ്. ഈ എന്നാത്താൻ കേസ് കൂട് ആ ഒരു മോഡൽ പടമായിട്ടാണ് നമുക്ക് അന്നത് ആ ഒരു ഗ്ലിംസ് വീഡിയോക്ക് അത് നമുക്കത് ഫീൽ ചെയ്തത്. പിന്നെ ഇതിനകത്ത് നമുക്ക് കാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും കുറെ കോമഡി ആർട്ടിസ്റ്റിന്റെ പേരുകളൊക്കെ കൂടുതൽ ഇതിനകത്ത് വന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പൊ വെക്കേഷൻ ഈ കൂടുതലും ഈ ഫാമിലി ഓഡിയൻസിന് ഇപ്പം ഈ പറഞ്ഞിട്ട് കോമഡി സിനിമകളോടാണ് ഭയങ്കര താല്പര്യം. അപ്പൊ അങ്ങനെയുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ വരാൻ പോകുന്നത്. എന്തായാലും എന്റെ ട്രെയിലർ കണ്ടു നോക്കാം. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സമർത്ഥനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ അജയ് രാമേന്ദ്രൻ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അമ്പലക്കുളത്തിൽ ഹലാൽച്ചിക്കുന്ന കുടലിട്ട് മീൻ പിടിച്ച് വർഗീയ കലാപം ഉണ്ടാക്കും. നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ ഫോട്ടോ എടുത്ത് ഓലക്ഷനിട്ട് വിൽക്കാൻ നോക്കിയ കേസുണ്ടാവില്ല. പണ്ട് കുട്ടികളുടെ ഭാവി വേണ്ടി നമ്മുടെ സ്കൂളിൽ റീടാൻ പറഞ്ഞോളാം. ഞാൻ പക്ഷെ സ്റ്റാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഡിസംബർ 16 എന്റെ കല്യാണം. ഏതെങ്കിലും ഒരു നാളെ ഈ കല്യാണവും മുടക്കാൻ നോക്കിയാൽ ജിക്കു നിന്റെ ഒക്കെ നെഞ്ചത്തൂടെ തൊട്ട് നാട്ടിൽ നീതി പരാജയ സ്ഥിതിയേൽക്കില്ലേ. ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയാണ്. കൊലച്ചിരിയുടെ ഓളങ്ങളിൽ ചോര കൊണ്ട് കവിത രചിക്കാം. ഒരു തേങ്ങലിന്റെ അകത്ത് ചുറ്റിക കൊണ്ട് ആരംഭിക്കാം. നീ മരിച്ചതായി ഞാൻ കൊന്നതായി നീയും കണക്കാക്കുക. മൊയലർച്ച തിരയില്ലാ ചോരക്കടലിൽ മരണത്തിന് തോണി തൊഴിയാം. പുനർജന്മങ്ങളിൽ നീ ബലിക്കാക്കിയായി വാങ്ങുകയുമ്പോൾ ദൂരെ നിന്നും ഞാൻ വെടിവെച്ചിരുന്നു. നീ എവിടെ ഇരുന്നു? അവിടെ കൊടും വയലൻസ് കിടക്കാൻ പോ. അത് കണ്ട നീ പേടിക്കും. തീയാകുന്നു. തീ പൊളി പൊളി ശാപം. ഭയങ്കര ഒരു ഫ്രഷ് സിനിമയുടെ ഒരു ട്രെയിലർ ഉണ്ട്. ഒരു ഫീല് നമ്മൾ ഇതുവരെ കാണാത്തൊരു അറ്റംപ്റ്റ് ആണ്. കോമഡിയാണ്. അത് ഈ ഹെവി ഈ സൈക്കോകളെ വെച്ചിട്ടുള്ള ഇല്ലേ, ഇതിനകത്ത് ഒരാളെ കൊല്ലുന്നത് കാര്യങ്ങൾ പറയുന്നത് ആണെങ്കിലും ഇപ്പം എന്താ ഈ ഒരേ വയലൻസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര കോമഡി രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് സത്യം പറഞ്ഞ ഇത് ഭയങ്കര ഒരു പുതുമയാണ് ഇതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതെ, എന്ന് വെച്ചാല് ഇത് കുറെ ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ കുറെ ഇപ്പൊ അറിയാലോ, ഇപ്പം പോലീസ് കേസും പരിപാടികളൊക്കെ കുറെ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ ട്രോളിക്കൊണ്ടുള്ള ഒരു സിനിമയായിട്ടാണ് നമ്മൾ ആദ്യത്തെ വീഡിയോക്ക് നമ്മൾ പറഞ്ഞാണ്. അത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറെ ഇപ്പോഴത്തെ ഈ സമകാലികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കുറെ സംഭവങ്ങൾ നടക്കുന്ന കാര്യങ്ങളെ ട്രോളിക്കൊണ്ടുള്ള സിനിമയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഏപ്രിൽ 10 വിഷുവിനാണ്. എന്തായാലും കിടിലൻ ട്രെയിലറാണ്. പുതുമ ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ നമുക്ക് ബേസിന്റെ അറിയില്ല, ഇപ്പൊ പുള്ളി തെരഞ്ഞെടുക്കുന്ന സിനിമ ക്യാരക്ടറും വ്യത്യസ്തമാണ്. പിന്നെ ഇപ്പൊ അവസാനം പൊന്മാൻ സിനിമയ്ക്കകത്ത് കണ്ട ബേസിലല്ല ഇപ്പൊ ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഇതാണ്. പിന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റും നല്ലതാണ്. അതുപോലെ തന്നെ പടങ്ങളെല്ലാം ഇപ്പൊ ഹിറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നല്ലൊരു പടമാട്ടെ. വിഷുവിന് ഫാമിലി ഓഡിയൻസിനെ കയ്യിലിറക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.